കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് കല്യാണം നടന്ന്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി. ഇല്ല തൊട്ടികെട്ടി പളനിയിലെ പോലെ തന്നെ തൊട്ടികെട്ടി കൂട്ടായ്മയാണ്, എല്ലാവരുടെയും കൂടിയുള്ള ഒരു കൂട്ടായ്മ. പഴനിയിലിരിക്കുന്ന അതേ വിഗ്രഹം തന്നെയാണ് ഇവിടെ ഇരിക്കുന്നത്, അതേ സാന്നിധ്യം തന്നെയാണ്. ജർമ്മനി. ഓക്കെ, അപ്പൊ വിദേശത്തു നിന്ന് വരെ ഒരുപാട് പേര് അമ്പലത്തിലോട്ട് വരാറുണ്ട്, നാട്ടുകാർ മറ്റു രാജ്യങ്ങളിൽ നിന്ന് തന്നെ. അതെ അതെ, ഹൗസ് എക്സ്പീരിയൻസ്. സന്തോഷേട്ടോ, ഇതാണ് കാണുന്ന കാഴ്ച. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളിവിടെ വന്നത്. അതെ അതെ. എത്ര പേരുണ്ട് മൊത്തം? ഞങ്ങൾ 22 പേരുണ്ട്. 22 പേരുണ്ട്. പക്ഷെ ഈ അമ്പലം എന്ന് പറയുന്നത് അതിനേക്കാൾ വൈക്കം സത്യാഗ്രഹത്തിനേക്കാൾ 50 വർഷം പുറകിൽ. സന്തോഷേട്ടാ നമസ്കാരം. 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 നമ്മളിപ്പോ എവിടാ? നമ്മളിപ്പോ ദണ്ഡായുധപാണിപുരം ക്ഷേത്രത്തിലാണ്. മുരുകക്ഷേത്രമാണ്. കൃഷ്ണതുരുത്ത് എന്ന സ്ഥലമാണ്. ബ്രഹ്മമംഗലം ജില്ലയിൽ വൈക്കം താലൂക്ക് ബ്രഹ്മമംഗലം എന്ന് പറഞ്ഞ സ്ഥലമാണ്. വളരെ മനോഹരമായിട്ടൊരു സ്ഥലമാണ്, ഗ്രാമപ്രദേശമാണ്. നമുക്ക് അവിടെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇതിപ്പോ 12 മണിക്കാണ് നമ്മുടെ പരിപാടി പ്രോഗ്രാം. അതെ അതെ. അപ്പൊ നമുക്ക് അത് നേരിട്ട് കാണാം. മാത്രമല്ല ഈ ക്ഷേത്രത്തിൽ ഒത്തിരി പ്രത്യേകത ഉണ്ട്. ഒരുപാട് വർഷം പഴക്കമാണ്. അപ്പൊ അത് മൊത്തം നമുക്ക് നേരിട്ട് കാണാം. അവരായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെയാണ് നിൽക്കുന്നത്. അവരുടെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഉണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പരിചയപ്പെടാം. മാത്രമല്ല കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ. ഇപ്പൊ ഇവിടെ ഈ ഒരു ഗ്രാമം എന്ന് നമ്മൾ ആദ്യമേ ഈ വീഡിയോയ്ക്ക് മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ ആ ഗ്രാമത്തിന്റെ പ്രത്യേകതയാണ് ഇത് കണ്ടോ. ഇവിടെ ചെറിയ ചെറിയ പാലം എന്ന് പറഞ്ഞാൽ ഇത് തടികൾ തന്നെ വെട്ടിയിട്ടേക്കുന്നത്. ഒരു സൈഡിൽ ഇത്, രണ്ട് സൈഡിലും കൃഷി, തോടുകളും എല്ലാ കൃഷിയുള്ള ഇതിന് ഇടയ്ക്കൂടാണ് നമ്മൾ ഈ ക്ഷേത്രത്തിലോട്ട് പോകുന്നത്. പിന്നെ സന്തോഷമായിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ഷഷ്ടി ഉണ്ട് എല്ലാ മാസവും ഉദ്ദിഷ്ട കാര്യസാധ്യത്തിന് വേണ്ടി ഷഷ്ടി എടുത്തിട്ട് ഒരുപാട് പേര് വന്ന് ഷഷ്ടി അത് പല സ്ഥലത്തു നിന്ന് വരാറുണ്ട്. അതൊക്കെ ഒത്തിരി വലിയ പ്രത്യേകതയാണ്. മാത്രമല്ല ഇപ്പൊ നമ്മളിപ്പോ കണ്ടു ആ വിദേശികളൊക്കെ തന്നെ വളരെ സന്തോഷത്തോടാണ് അവർ വന്നിട്ട് തിരിച്ചു പോയത്. എന്ന് വെച്ചാൽ കാണുമ്പോ ഒരു നല്ലൊരു എന്തായാലും കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കാണാം. അമ്മ പേര് രമണി. ഇവിടെ അടുത്ത് തന്നെ ഇവിടെ ഈ നേരെ ബാധിക്കുള്ള വീടാണ്. എന്റെയും ഈ നാട്ടുകാരിലെ എല്ലാ കാര്യങ്ങളും ഈ ഭഗവാനിൽ നിന്ന് നല്ല ഉയർച്ച. കല്യാണം നടക്കാതിരിക്കുന്നവർക്ക് കല്യാണം നടന്ന്, കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളുണ്ടായി. ഇല്ല തൊട്ടികെട്ടി പളനിയിലെ പോലെ തന്നെ തൊട്ടികെട്ടി ഞങ്ങൾക്ക് ഒത്തിരി വിജയങ്ങൾ. എനിക്കും എൻ്റെ അനുഭവങ്ങളും ഈ രാജ്യം മുഴുവനുമുള്ള ആൾക്കാരുടെ എല്ലാ സഹകരണമാണ് ഇത്രയും ഭഗവാൻ ഇങ്ങനെ ഇരിക്കണത്. ഞങ്ങൾക്ക് എല്ലാം വിശ്വാസമാണ് എല്ലാവർക്കും. അമ്മയുടെ പേര്? സുകുമാരി. അമ്പലത്തിന്റെ തെക്കേ വീടാ. വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ മുതല് എല്ലാവരും അമ്പലത്തിനോടുള്ള സഹകരണം നല്ല ഉയർച്ചയുണ്ട് എല്ലാവർക്കും. അതുപോലെ ഇനിയും ഉണ്ടാകണമെന്നുള്ള ആഗ്രഹം. അമ്മ പേര്? എൻ്റെ പേര് കാവൂട്ടി. അമ്മ ഇവിടെ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഇവിടെ എല്ലാം പ്രത്യേകതയുണ്ട്. എല്ലാവിധ അനുഗ്രഹങ്ങളും, ഷഷ്ടി, അങ്ങനെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഭഗവാനിൽ നിന്നുണ്ട്. അമ്മയുടെ പേര്? ലളിത. ഇവിടെ ഇപ്പം എൻ്റെ അറിവിൽ 5 ക്ഷേത്രം മാത്രമേ, ഇതേ പഴനിയിലെ പോലെ 5 ക്ഷേത്രം മാത്രമേ കേരളത്തിലുള്ളതെന്നാണ് എൻ്റെ അറിവ്. എൻ്റെ ഇങ്ങനെ പറഞ്ഞറിവാണ് അത്. അപ്പോൾ പഴനിയിലെ അതേ ഗുണം തന്നെയാണ് ഞങ്ങൾക്ക് ഈ നാട്ടുകാർക്ക് ഞങ്ങൾക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഭഗവാന്റെ ഷഷ്ടി എടുത്താലും ഒരു നേരത്തെ അന്നദാനം കൊടുത്താലും അത് ഭഗവാന്റെ അനുഗ്രഹമായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വരെ അതിൻ്റെ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ നാട് മുഴുവനും ഞങ്ങൾക്ക് ആ അനുഗ്രഹം എപ്പോഴും ഉണ്ട് ഭഗവാനെ നമ്മൾ വന്ന് ധ്യാനിച്ചാൽ നമ്മുടെ കാര്യം നടക്കാത്ത ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ഒരു അസുഖത്തിനാണേലും, നമുക്കൊരു കുട്ടികളുടെ ഇതിനാണേലും, ഒരു വിദ്യാഭ്യാസത്തിനാണേലും എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ ഭഗവാൻ ഞങ്ങൾക്ക് സാധിച്ചു തന്നിരിക്കണം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഭഗവാൻ ഞങ്ങൾക്ക് സാധിച്ചുകൊണ്ടിരിക്കുന്നത്. നാട്ടുകാരുടെ സഹകരണത്തോടു കൂടി ഈ ചുറ്റുമതിലും എല്ലാം. നമസ്കാരം അമ്മേ. അമ്മയുടെ പേര്? എൻ്റെ പേര് സോമലത. അപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രത്തെ കുറിച്ച് എന്തുവാ പറയാനുള്ളത്? ഈ ക്ഷേത്രം ഞങ്ങൾ നാരായണീയം പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഇവിടെ വന്ന് നാരായണീയം അവതരിപ്പിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു ഗുരുനാഥയായിട്ട് ഇവിടെ വന്ന് നാരായണീയം കുറച്ച് അവതരിപ്പിച്ച് സന്തോഷത്തോടു കൂടി പോയി. അപ്പോൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം അവർ അവസരം തന്നു. അങ്ങനെ പിന്നെ ക്ഷേത്രം ഞങ്ങൾ ഓരോ വർഷം ചെല്ലുന്തോറും ഞങ്ങൾ വന്ന് കാണുന്നത് പുരോഗമനത്തിലേക്ക് പോണ്. അപ്പോൾ ഞാൻ ഈ സാറിനെ വിളിച്ച് പരിചയപ്പെട്ട് സാറുമായിട്ട് കണ്ടാണ് ഇങ്ങനെ ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ വന്ന് ഇതും ഇങ്ങനെ നാരായണീയം പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് അവസരം തന്നതും ഒക്കെ. എത്ര പേരുണ്ട് മൊത്തം? ഞങ്ങൾ 22 പേരുണ്ട്. അമ്മ സ്ഥലം? ഞങ്ങൾ മുറിഞ്ഞപുഴ ശ്രീ ജഗദാംബിക ക്ഷേത്രത്തിന്റെ പരിസരത്ത് താമസിക്കണം. ഞങ്ങൾ ഈ നാരായണീയ പാരായണത്തിലോട്ട് വരാൻ കാര്യം ഞങ്ങൾക്കൊരു ഗുരുനാഥയുണ്ട്. വൈക്കത്താണ് ഗുരുനാഥയുടെ വീട്. സിന്ധു അനിൽകുമാർ എന്നാണ് പേര്. എത്ര വർഷം കൊണ്ട് പഠിക്കുന്നുണ്ട്? ഞങ്ങൾ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 4 വർഷമായിട്ടുണ്ട്. ടീച്ചർ വർഷങ്ങളായിട്ട് ഈ ഫീൽഡിലുള്ളതാണ്. ടീച്ചർ ഗുരുവായൂര് പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങളുടെ ടീച്ചർ. ഇതാണ് കാണുന്ന കാഴ്ച. തീർച്ചയായിട്ടും ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മളിവിടെ വന്നത്. ഏറ്റവും എന്ന് പറഞ്ഞാൽ അന്നം ബ്രഹ്മമാണെന്നാണ്. അപ്പൊ അന്നമില്ലാതെ വേറെ ഒരു സംഭവമില്ല. അപ്പൊ അതിന്റെ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് ഈ നിൽക്കുന്ന ആൾക്കാർ മൊത്തം ഈ നാടിന്റെ ഓരോ സ്ഥലത്തുള്ള ആൾക്കാരാ. നമുക്ക് അവരോടൊക്കെ ചോദിക്കാം.
ചേട്ടാ പിന്നെ ഈ 3 ദിവസം ഇവിടെ ഉണ്ടായിരുന്നോ? 3 ദിവസം ഉണ്ടായിരുന്നു. ഇതുപോലെ എല്ലാവരും കൂടെ എല്ലാവരും ചേർന്നാണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. ചേച്ചി നമസ്കാരം, പേരെന്തുവായിരുന്നു? എൻ്റെ പേര് ലിജി. എല്ലാ വർഷവും ഇങ്ങനെ വരാറുണ്ട് ഇവിടെ? എല്ലാ വർഷവും ഉണ്ട്, വരാറുണ്ട്. ഈ ഇത്രയും ദിവസം എല്ലാവരും ഒന്നിച്ച് ഇവിടെ ഒരു മനസ്സോടുകൂടി തന്നെ എല്ലാവരും ഒരേപോലെ ഇവിടെ കൂടുന്നു. നാട്ടിലെ ഒരു പ്രത്യേകതയാണ്. നമ്മളെ കൂട്ടായ്മയാണ്, എല്ലാവരുടെയും കൂടിയുള്ള ഒരു കൂട്ടായ്മ. നമ്മള് ഭഗവാൻ നിയോഗിക്കുന്നത് നമ്മൾ ചെയ്യുന്നു. സാധാരണ എല്ലാ സ്ഥലങ്ങളിലും പാചകക്കാരെ പ്രത്യേകം വിളിക്കുക ചെയ്യുന്നത്. ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടെ ചേർന്നുകൊണ്ടാണ് രുചികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. പുള്ളി പാചകം ചെയ്യുന്നതാണ്. പുള്ളി നമുക്ക് എല്ലാവിധ പിന്തുണയും അത് പ്രതിഫലമൊന്നുമില്ല. പുള്ളി സ്വന്തം പ്രയത്നം കൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്തു തരികയാണ് നമുക്ക്. ചേട്ടാ പേര്? ശശി. എന്ത് ഇദ്ദേഹത്തിന്റെ പരിപാടി? എന്റെ പാചകമാണ്, മത്സ്യബന്ധനമുണ്ട്, 2 പരിപാടിയാണ്. പക്ഷെ ഈ പാചകത്തിന് നമ്മൾ പൈസ മേടിക്കാറില്ല. ഇല്ല, പൈസ എന്ന് പറഞ്ഞാൽ അവരൊരു ദക്ഷിണ തരും, അത് വാങ്ങിക്കാതിരിക്കാൻ പറ്റില്ല. ആ ദക്ഷിണ മാത്രമേ ഉള്ളൂ. അല്ലാതെ പാചകത്തിന് പോയി മേടിക്കുന്നതല്ല. അല്ലല്ല, പാചകത്തിന് പോയി മേടിക്കുമ്പോൾ കാശ് വാങ്ങിക്കാറില്ല. കാശ് ഒരു ദക്ഷിണ തരിക, അത് 1 രൂപയാണെങ്കിൽ 1 രൂപ, അത് വാങ്ങിച്ചാലേ ഇതിന്. പിന്നെ ഇവരെല്ലാം കട്ടക്ക് കൂടെ നിൽക്കും. എന്റെ സഹോദരന്മാരും ചേട്ടനടിയന്മാരും എല്ലാവരും ഉണ്ടാവും, കട്ടക്ക് നിൽക്കും. Good experience. Yeah, it was beautiful to see. We live in Germany. From the UK. Okay, അപ്പോൾ വിദേശത്തു നിന്ന് വരെ ഒരുപാട് പേര് അമ്പലത്തിലോട്ട് വരാറുണ്ട്, നാട്ടുകാരല്ല, മറ്റു രാജ്യങ്ങളിൽ നിന്ന് തന്നെ. അതെ അതെ. How was your experience? Wonderful. Thank you for having us. Okay, thank you. Italy. Yeah. Very good. Okay. Very good show. It's our first time. For him, no, he has been 30 years in India. India. Yeah, not in Kerala. Do you know Malayalam language? No, I don't know. But I wish. Italy aanu. Yeah, I wish I can speak okay. to communicate more easy with you, all of you. Okay. So thank you very much to have us. Thank you. Thank you, very beautiful. Ciao, bello. Ciao. Bye. നമുക്ക് പ്രധാനമായിട്ടൊരു പ്രത്യേകത ഉണ്ടല്ലോ ഇവിടെ. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 150 വർഷം പഴക്കമുള്ള അമ്പലമാണ്. ഈ അമ്പലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മളിത് 2024 നമ്മളെല്ലാവരും എത്തിപ്പെട്ടത്. 1924 വൈക്കം സത്യാഗ്രഹം 100 വർഷങ്ങൾക്ക് മുൻപ് നടന്നതാണ്. അതിൻ്റെ പ്രാദേശികമായ ആഘോഷങ്ങളൊക്കെ തൊട്ടടുത്ത ദിവസം നടക്കുകയുണ്ടായി. പക്ഷേ ഈ അമ്പലം എന്ന് പറയുന്നത് അതിനേക്കാൾ, വൈക്കം സത്യാഗ്രഹത്തിനേക്കാൾ 50 വർഷം പുറകിൽ നമുക്കറിയാം, ക്ഷേത്രങ്ങളെക്കുറിച്ച് ഒരു പട്ടികജാതി വിഭാഗങ്ങൾക്ക് ആലോചിക്കാനും സ്വപ്നം കാണാനും പറ്റുന്നതിനേക്കാൾ മുൻപ് തന്നെ ഇവിടുത്തെ പ്രായമായിട്ടുള്ള അപ്പനപ്പൂപ്പന്മാർ അവരിവരുടെ ഒരു പ്രാർത്ഥനാലയമായി ഇതിനെ കൊണ്ടുവന്ന ഒരു അമ്പലമായത്. അപ്പോൾ ഏകദേശം 150 വർഷം പഴക്കം ഇവിടെ ഉണ്ട്. 150 വർഷത്തോളം പഴക്കമുണ്ട്. നമുക്കറിയാം, ഇവിടെ 5 കരയിലുള്ള പല പ്രദേശങ്ങളിലായി താമസിക്കുന്ന ഒട്ടനവധി ആൾക്കാരായിരുന്നു ഒരു കാലത്ത് ഇതിനെ മുമ്പോട്ട് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഈ അമ്പലത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ അമ്പലം സ്ഥാപിക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പഴനിയിൽ ഇവിടെ നിന്നൊരു 11 പേരടങ്ങുന്ന ഇവിടുന്നുള്ള അപ്പനപ്പൂപ്പന്മാരായിട്ടുള്ളവർ അവരതിൻ്റെ ഒരു സ്വർണ്ണ വേലുവായി പഴനിയിൽ ചെന്നു. ആ പഴനിയിൽ ചെന്നതിന് ശേഷം ആ പഴനിയിൽ നിന്ന് അവിടെ നിന്നൊരു പകരം നമുക്ക് കൊടുത്തുവിട്ടത് ഒരു വെള്ളിയുടെ ഒരു വേല. ആ വേലിവിടെ കൊടുത്തുവിട്ട് ആ വേലിവിടെ സ്ഥാപിച്ച് അങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ആ വേല് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് എങ്ങും നിലത്ത് വയ്ക്കാതെ, എങ്ങും സൂക്ഷിക്കാതെ, അത്രയും വർഷം മുമ്പ് സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ നടന്നു പോയിരുന്ന, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യമായിരുന്നു ഈ അമ്പലത്തിനുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പ്രത്യേകത ഈ അമ്പലത്തിനുണ്ട്. ഈ അമ്പലത്തിൻ്റെ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും, ഇവിടെ വിവിധ കലാപരിപാടികളായിട്ടുള്ളതും ഈ അമ്പലത്തിൻ്റെ പൂജയും ഉൾപ്പെടെയൊക്കെ ഈ നാട് ഏറ്റെടുത്ത് നടക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന എല്ലാവരും ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടവരാണ്. ചേട്ടാ പേര്? എൻ്റെ പേര് അനിൽകുമാർ. നമ്മളിപ്പോൾ ക്ഷേത്രത്തിന്റെ ചുമതല ട്രസ്റ്റ് മെമ്പറും ആഘോഷ കമ്മിറ്റി കൺവീനറും. അപ്പോൾ നമുക്ക് ഇത് എത്ര ദിവസം പരിപാടി ചെയ്ത്? ഇത് 3 ദിവസം പരിപാടി. ഇന്ന് മൂന്നാമത്തെ ദിവസം ആണ്. ശരിക്കും ഒരു 1-2 കിലോമീറ്റർ ദൂരമാണ് ഈ ലൈറ്റും അതുപോലെ ഈ വിളക്കും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. വൈകുന്നേരം വളരെ സന്തോഷമായി അല്ലയോ? അപ്പൊ എത്ര മണിക്ക് തീരും ഘോഷയാത്രകളൊക്കെ? ഇത് ഞങ്ങൾ ഇന്നലെ രാത്രി 1 മണി 2 മണി വരെയൊക്കെ പരിപാടിയുണ്ട്. ഇന്നും രാത്രി അത്രയും തന്നെ വരും. ഇന്നും രാത്രി അതിൽ കൂടി പോകുന്നതാണ് പരിപാടിയാ. ഈ വിളക്കെല്ലാം കത്തിക്കുന്ന വിളക്കുകളാണ്. ഓക്കെ. നമസ്കാരം. എൻ്റെ പേര് കൃഷ്ണകുമാർ എന്നാണ്. ക്ഷേത്രത്തിലെ ഞാൻ കേരള പുലയർ മഹാസഭയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. നമ്മളുടെ ഒരു 5 ശാഖായോഗങ്ങളുടെ ഒരു അമ്പലമായിട്ടാണ് ഈ അമ്പലം വരുന്നത്. ശരി. അപ്പം അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമ്മുടെ ക്ഷേത്ര കമ്മിറ്റിയിലുണ്ട്. ഒരു കരക്കാരുടെ, ഒരു ദേശവാസികളുടെ, ഈ പ്രദേശങ്ങളിലുള്ള എല്ലാവരുടെയും നാടിൻ്റെ ഐശ്വര്യമായി
ഇതിൻ്റെ ഉത്സവവും ഇതിൻ്റെ പൂജയൊക്കെ മാറുന്നുണ്ട്. തീർച്ചയായിട്ടും അത് കാണണമെന്നുണ്ടെങ്കിൽ ആ ഒരു 2 കിലോമീറ്റർ ദൂരം തൊട്ട് ഇങ്ങോട്ട് ലൈറ്റുകൾ സെറ്റ് ചെയ്തേക്കുന്നതും അതൊരു വിളക്ക് കത്തിക്കാനുള്ള കാലൊക്കെ വെച്ചേക്കുന്ന കണ്ട അടിപൊളിയാണ്. മാത്രമല്ല ഇവിടുത്തെ അമ്മമാരും അല്ലെങ്കിൽ അച്ഛന്മാരും അല്ലെങ്കിൽ എല്ലാ ചേട്ടനിയന്മാരും എല്ലാം ചേർന്ന് കുരുത്തോലയൊക്കെ കെട്ടി ഈ ഒരു പ്രദേശത്തിന് വലിയൊരു ഉത്സവമാണ്. പ്രദേശത്തിന് വലിയൊരു ഉത്സവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇതിപ്പം സാധാരണ നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ഉത്സവങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ പലതരത്തിലുള്ള കലാപരിപാടികൾ, നാടകം, ഗാനമേള, നാടൻപാട്ട് എന്നതിനേക്കാൾ ഉപരി ഈ പ്രദേശത്തുള്ള കുഞ്ഞുങ്ങളുടെയും അമ്മമാരുടെയും പ്രായമായിട്ടുള്ളവരുടെയൊക്കെ ഡാൻസുകൾ, അവരുടെ നാടകങ്ങൾ, അങ്ങനെ അത്തരത്തിലുള്ള കലാപരിപാടികളും പിന്നൊരു കാര്യങ്ങളൊക്കെയാണ്. ഒരു പ്രത്യേകത പറയാം, ഈ ഒരു പാലം കണ്ടോ, ഈ ഒരു പാലമാണ് ഈ ക്ഷേത്രത്തിലേക്കുള്ള വഴിയില്ലേ. അത് മാത്രമല്ല വേറെ വണ്ടിയൊന്നും വരത്തില്ല, അവിടുന്ന് നടന്ന് വേണമെങ്കിൽ. ഇതൊരു ദ്വീപ് പോലാണ്, ഇത്രയും മാത്രം. എത്ര വീടുകളാണ് ഇവിടെ? ഇവിടെ ഒരു 38ഓളം വീടുകളുണ്ട് ഇതിനുള്ളിലുണ്ട്. അവർക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് ഈ ഒരു പാലം മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നെങ്കിൽ പോലും അവർ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട ഉത്സവത്തിനും ബാക്കി എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായി, ഏറ്റവും സജീവമായി നിൽക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഈ തുരുത്തിലെ നിവാസികളാണ്. കൂടാതെ എല്ലാവരും ഒപ്പത്തിനൊപ്പം ഉണ്ട് എന്നാണ് പറയാനുള്ളത്. നമസ്തേ ചേട്ടാ, പേര്? എൻ്റെ പേര് ജയൻ. ഇദ്ദേഹത്തിന്റെ സ്ഥാനം? ഞാനിപ്പോ ദേവസ്വത്തിന്റെ സെക്രട്ടറിയാണ്. ഇന്ന് ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴേ ഒരു 2 കിലോമീറ്ററോളം ദൂരത്തിൽ നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ തൊട്ട് എന്തോ ഇങ്ങോട്ടുള്ള പരിപാടി? നമുക്ക് ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് എന്ന് വെച്ചാൽ ഈ ദേവൻ ഇന്ന് ഈ പ്രദേശത്ത് എഴുന്നള്ളിയാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുന്നേപ്പറമ്പ് അങ്ങ് ഒരു 3-4 കിലോമീറ്ററോളം അവിടെ ദേവരഥത്തിൽ എല്ലാവരെയും ദർശിക്കാൻ വേണ്ടി, എല്ലാവരെയും കാണാൻ വേണ്ടി ഉള്ള സംവിധാനത്തിൽ ഇന്ന് 6 മണിയോടുകൂടി അവിടെ നിന്ന് കുന്നേപ്പറമ്പിൽ നിന്ന് ഇവിടം വരെ എത്തി എല്ലാ ഭക്തജനങ്ങളെ കാണുവാനും അനുഗ്രഹം കൊടുക്കുവാനും വേണ്ടി ഇന്ന് ഇവിടെ നിന്ന് ഈ ക്ഷേത്രത്തിൽ ഇന്ന് പുറപ്പെട്ട് അവിടെ നിന്ന് രഥഘോഷയാത്രയോട് കാവടിയോടുകൂടി അതുപോലെ തന്നെ പല കലാപരിപാടികളോടുകൂടി ഇന്ന് അവിടെ നിന്ന് രഥം പുറപ്പെടുന്നതാണ്. ഞാൻ രഥോത്സവ കമ്മിറ്റിയുടെ കൺവീനറാണ്. അതായിട്ട് ഒരാഴ്ചയായിട്ട് ഇതിന്റെ പുറകെ ഓടി നടക്കുകയാണ്. എല്ലാ ഭാഗത്തുള്ള ആൾക്കാരെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ല രീതിയിൽ അലങ്കരിച്ച് രഥം, അതുപോലെ പാറ, താലപ്പൊലി, അങ്ങനെ നല്ല വാദ്യമേളങ്ങളോടുകൂടി നല്ല ദേശത്തെ എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നല്ല അരങ്ങോടുകൂടി 6 മണിക്ക് കുന്നേപ്പറമ്പിൽ നിന്ന് ആരംഭിക്കും. ഗംഭീര പരിപാടി. ഇവിടെ വരുമ്പോൾ 12 മണി കഴിയും. വലിയ പരിപാടി. അടുപ്പിച്ചടുപ്പിച്ച് പറകളളന്ന് എല്ലാവരുടെയും നേർച്ചകൾ ഇടിയിച്ച് നല്ല രീതിയിലാണ് പോരുന്നത്. നമസ്തേ ചേട്ടാ, പേര്? നമസ്തേ, എൻ്റെ പേര് ശ്രീകുട്ടൻ. ഇവിടുത്തെ ചുമതല എന്താ? ഇവിടുത്തെ ചുമതല ദേവസ്വത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ്. അപ്പം ഞാൻ ഈ 2023-24 ചാർജ് എടുത്ത്. അപ്പം ഞങ്ങളുടെ ഈ അമ്പലത്തിൻ്റെ പ്രോഗ്രാമിന് 29, 30, 31 3 ദിവസത്തെ പരിപാടിയാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ സെക്രട്ടറി പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ മെയിൻ ഈ അമ്പലത്തിൻ്റെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ രഥോത്സവമാണ്. അത് 3-4 കിലോമീറ്റർ ദൂരെ നിന്നും കുന്നേപ്പറമ്പിൽ നിന്നും ഇരുവശങ്ങളിലായി നല്ല ലൈറ്റ് അറേഞ്ച്മെൻറ്റും ഈ ഇവിടെ സമീപ പ്രാദേശിക നാട്ടുകാരെല്ലാവരും കൂടി വ്രതമെടുത്തുകൊണ്ട് തന്നെ മാസങ്ങളോളം വ്രതമെടുത്തുകൊണ്ട് തന്നെ എല്ലാ വർഷം നടത്തും പോലെ നടത്താനുള്ള ഒരു ഉത്സവമാണ്. ആ ഉത്സവമാണ് ഈ അമ്പലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം, രഥോത്സവം. നമസ്തേ ചേട്ടാ, പേര്? എൻ്റെ പേര് ചന്ദ്രൻ. ഇവിടുത്തെ ചുമതല? ഖജാൻജിയ. ഈ തുരുത്തിൽ തന്നെ? ഈ തുരുത്തിന് അക്കരയും അക്കരയാ? തുരുത്തുമെന്ന് പറയും.